നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രിയദർശിനി സൗജന്യ യാത്രയിൽ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നുവെന്ന് മന്ത്രി. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും പരാമർശം. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന വിശദീകരണവുമായി മന്ത്രി. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. വെള്ളപ്പൊക്ക ദുരിതത്തിൽ കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും. തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിൽ. ഉദയനിധിയെ കൊണ്ടുപോയ വാഹനം തടഞ്ഞ് DMK പ്രവർത്തകർ. താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധി. അറസ്റ്റ് ഒഴിവാക്കാൻ കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യ ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് നിലപാട്. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. പാർലമെന്റിന് പുറത്തും പ്രതിഷേധം. PSCക്ക് വീണ്ടും നോട്ടീസ് നൽകി വിവരാവകാശ കമ്മീഷൻ. നടപടി ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ ഉത്തരസൂചിക ഉദ്യോഗാർത്ഥികൾക്ക് നൽകാത്തതിന്. കാസർഗോഡ് റീസർവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കരാർ ജീവനക്കാരെ ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട് സർക്കാർ. 4 മാസത്തെ ശമ്പളം നൽകാതെ പിരിച്ചുവിട്ടത് 200ഓളം ജീവനക്കാരെ. ജില്ലാ കളക്ടർക്ക് മുന്നിൽ പരാതിയുമായി ജീവനക്കാർ. ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശുചിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട് ഭംഗിയായിട്ട്. ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനം എല്ലാ ക്യാമ്പുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. തീർച്ചയായിട്ടും ഇത് ഒരു പത്തനംതിട്ട ജില്ലയിൽ ഈ പ്രതിഭാസം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ 2018-ലെയും 19-ലെയും വലിയ പ്രളയത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതിനുശേഷമുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം അന്ന് വന്നടിഞ്ഞ മണ്ണും ഓരോ പ്രളയത്തിലും വന്നടിയുന്ന മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വെള്ളത്തിന് ക്യാരി ചെയ്യാനുള്ള, വെള്ളം പോകാനുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പൊ ഈ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്താൽ മാത്രമാണ്. ഇതിപ്പോ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം പൊങ്ങുന്ന സ്ഥലമായി പല പ്രദേശവും മാറിയിരിക്കുകയാണ്. അപ്പോൾ പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മുൻഗണനയും പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കും. അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ട് അല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടുകൂടി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികളെ കൂടി, നല്ല ഏജൻസികൾ, ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെന്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ, കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് ആ പ്രവചനത്തിന്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിലുണ്ടാകാൻ നോക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാണ്. ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സ്റ്റും ഉണ്ടാകുന്ന റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200-ന് മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം
അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിന്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ള ഒരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസിലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആവശ്യമായ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് വേണമെങ്കിൽ ഏരിയലായിട്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലാത്ത സ്ഥലത്തുള്ള ഫുഡ് പാക്കേജുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. NDRFന്റെ ടീമിനെ എല്ലാ സ്ഥലത്തും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പോലീസ് ഈ ഏറ്റവും നമ്മൾ സംശയമുള്ള സ്ഥലങ്ങളിലെ പോലീസ് സേന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള RTFനെ കൂടി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടി സന്നദ്ധരായിട്ട് എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു ഭയമുള്ളത് ഈ അതിതീവ്ര മഴയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എവിടെയാണ് ഇത്, അത് ഏറ്റവും നമ്മൾ പറഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളിലെ സെൻസിറ്റീവായ സ്ഥലത്ത് അത് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ നദിയിൽ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്. ഇപ്പൊ ഈ ഒരു പ്രളയം കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളും മണ്ണും എല്ലാം വീണ്ടും വന്ന് അടിയാണ്. അപ്പൊ അതാണ് ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വെല്ലുവിളി. അതാണ് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര പ്രാധാന്യം കൊടുത്ത് ഇനി അടുത്ത ഫ്ലഡ് വരെ കാത്തിരിക്കാതെ 5-8 കൊല്ലമായി ഇത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഒരു നടപടി എടുക്കാതെ ആ മുന്നൊരുക്കം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 150-ൽ മീതെയുള്ള ആളുകളുള്ള ക്യാമ്പുകളെല്ലാം 2 ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. അപ്പൊ പിന്നെ ഈ അതിഥി തൊഴിലാളികൾ ധാരാളം പേരുണ്ട് ഇവിടെ. അവരെ കോൺട്രാക്ടർമാരൊക്കെ അവരെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുക. അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് കോൺട്രാക്ടർമാരെല്ലാം. അവരിങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പൊ അവർക്ക് ചില സ്ഥലത്ത് അങ്ങനെയാണ്, അവർക്ക് നമ്മളെ പാക്കറ്റ് ഫുഡ് പറ്റില്ല, അവരുടെ പ്രത്യേക ഭക്ഷണം വേണം, അത് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില സ്ഥലത്തുണ്ട്. അത് പ്രത്യേകമായി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. 150-ലേറെ ആൾ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ആവശ്യത്തിലുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് വിന്യസിപ്പിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കും. പിന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ചെക്കപ്പുകൾ കൃത്യമായിട്ട് എല്ലാ ക്യാമ്പിലും നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്. അത് ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പരിശോധിക്കുന്നുണ്ട്. മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ കിണറിൽ ക്ലോറിനേഷൻ നടത്തി വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൂടി അതുകൂടി ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സംസ്ഥാനത്തെടുക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ നദികളിലൊക്കെ അടിഞ്ഞുകൂടുന്ന മണ്ണും മറ്റു മാലിന്യങ്ങളും മാറ്റാനുള്ള, അതായത് മഴ മാറിയാൽ ഉടനെ തന്നെ മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തും. അതിന് ഒരു കാലതാമസവും വരുത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നുകൂടി മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയാണ്. അതേസമയം സംസ്ഥാനത്ത് അതിതീവ്ര മഴയുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത്. ഒപ്പം കോട്ടയം ജില്ലയിലൊക്കെ ശക്തമായ മഴ തുടരുന്നുണ്ട്. പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ജോസഫ്, ഒപ്പം ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥ് എന്നിവർ നൽകും. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ ശക്തമായ മഴ ഇപ്പോഴും കോട്ടയത്ത് പലയിടത്തും തുടരുകയാണ്. റെഡ് അലേർട്ട് കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. വലിയ ജാഗ്രതയിലായിരിക്കുമല്ലോ സ്വാഭാവികമായും. ഇനിയും വെള്ളം ഉയർന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയായിരിക്കുമല്ലോ.
തീർച്ചയായും അഖില, ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചയോടുകൂടി രാവിലെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി ഉച്ചയോടുകൂടി വീണ്ടും ശക്തമായ മഴ ആരംഭിച്ചു. ഇത് വലിയ ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അല്പം മുൻപ് നമ്മൾ കോട്ടയം ഇറഞ്ഞാൽ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ NDRFിന്റെ സംഘം എത്തിക്കൊണ്ട് വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴും പലയിടത്തും വെള്ളക്കെട്ടുകൾക്ക് നടുവിൽ ആളുകൾ വീടുകളിൽ രണ്ടാം നിലയിലും മറ്റുമൊക്കെയായി ഇപ്പോഴും ആളുകൾ കഴിയുന്നുണ്ട്. ഇപ്പോൾ റെഡ് അലർട്ട് വീണ്ടും പ്രഖ്യാപിച്ച ഒരു സാഹചര്യം അത് വലിയൊരു ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ കരുതണം. കാരണം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ആളുകൾ പലയിടങ്ങളിൽ വീടുകളിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടേക്കൊക്കെ ഇനി എത്തി ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. കിഴക്ക് നിന്നും ഇനിയും മലവെള്ളം കുതിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പടിഞ്ഞാറൻ മേഖലയിൽ ഇനിയും ജലനിരപ്പ് ഉയരും. ഇപ്പോൾ തന്നെ 2018 പ്രളയത്തിൻ്റെ ആ നിലയിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം കോട്ടയം താലൂക്കിലുണ്ട്. അത് ഇനിയും മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ റെഡ് അലർട്ട് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതലായി ആളുകളെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. അത് മണർകാട് നിന്നുമാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ഒരു യുവാവിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അതേപോലെ ആളുകൾ ഇത്തരത്തിൽ പുറത്തിറങ്ങുന്നതും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നതുമൊക്കെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. കോട്ടയം ജില്ലയിൽ ഇപ്പോൾ 1200ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയരുകയാണെങ്കിൽ ക്യാമ്പുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടി വരും. ഏതായാലും ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് ഓരോ സ്ഥലത്തെയും സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി വരികയാണ്. റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഓരോ വില്ലേജുകളിലും ആളുകളെ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപന പ്രതിനിധികളെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ഏതായാലും ഈ വരുന്ന ഏതാനും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഇനിയും മഴ തുടരുകയാണെങ്കിൽ, അത് കിഴക്കൻ മേഖലയിൽ മഴ തുടരുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പോലുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 24 മണിക്കൂറെങ്കിലും മഴ സാഹചര്യം ഉണ്ടായി. ശരി പ്രശാന്ത്, അജയ് കൂടെ ഉണ്ട്. അജയ്, പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായ മഴ കോട്ടയം മേഖലകളിൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു ആശ്വാസം ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് മാറുന്നു. അതോടൊപ്പം തന്നെ ഈ വെള്ളം മുഴുവൻ ആലപ്പുഴ ജില്ലയിലേക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ആലപ്പുഴയിൽ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാണ്. കുട്ടനാട് അടക്കം വെള്ളത്തിലാകുന്ന സാഹചര്യത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. സ്വാഭാവികമായി ഈ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ആലപ്പുഴയെ ഭീതിയിലാക്കും. ഒപ്പം തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനവും ഈ ജില്ലയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഈ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം എത്തിയാലും അത് ശരിയായ നിലയിൽ കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഈ തോട്ടപ്പള്ളിയിലെ സ്പിൽവേ ഷട്ടറുമായി ബന്ധപ്പെട്ട അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. പോളെ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള മാലിന്യങ്ങൾ ആ ഷട്ടറിൽ അടിഞ്ഞു കൂടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒഴുക്കിനെ സാരമായി തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി കിഴക്കൻ മേഖലയിൽ നിന്ന് കൂടുതൽ വെള്ളം വരാനുള്ളത് വരും ദിവസങ്ങളിലാണ് വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ജലാശയങ്ങളിൽ നിന്ന് ഉയർന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ ഒരു ഭീതി സൃഷ്ടിക്കുന്ന സാഹചര്യമുള്ളത്. അത് കുട്ടനാട് മേഖലയിലേക്കാണ് അത്തരത്തിലേക്ക് വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. ജില്ലയിൽ ആകമാനം ഇപ്പോൾ 53 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 2635 പേരാണ് 53 ക്യാമ്പുകളിലായി ഇപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്ങന്നൂരാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതും. കുട്ടനാട് മേഖലയിലും മാവേലിക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്ന പ്രവർത്തനം കാര്യക്ഷമമായി തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. അത് നിലവിൽ സ്വാഭാവികമായും ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പൊഴി മുറിക്കുന്ന സാഹചര്യമാണ് മുറിയുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറമായി ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് കൂടുതൽ ദൈർഘ്യത്തിൽ ഈ പൊഴി മുറിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകണം. അങ്ങനെ മാത്രമേ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടുതൽ ശക്തമാകുന്ന ഘട്ടത്തിൽ ആ വെള്ളം കൃത്യമായ രീതിയിൽ കടലിലേക്ക് ഒഴുകി പോവുകയുള്ളൂ. അങ്ങനെ ഒഴുകിപ്പോയെങ്കിൽ മാത്രമേ കുട്ടനാട്ടിൽ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നൊരു ഭീതിതമായൊരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുള്ളൂ. എന്തായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിലവിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ വെള്ളം സുഗമമായ നിലയിലേക്ക് കടലിലേക്ക് ഒഴുകി പോകുന്ന സാഹചര്യമുള്ളൂ. എന്തായാലും നിലവിൽ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഇന്ന് അതിശക്തമായ മഴ രേഖപ്പെടുത്തുന്ന സാഹചര്യമില്ല. ഇടവിട്ടുള്ള മഴയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പോലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് അതാണ് ആലപ്പുഴയെ സംബന്ധിച്ച്. തിരുവനന്തപുരത്ത് നിന്ന് അൻഫിലിഡ് ഡിസൂസ കൂടി ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഓറഞ്ച് അലേർട്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് റെഡ് അലേർട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമാണ്. വിശദാംശങ്ങൾ.
12 ജില്ലകളിലായിരുന്നു അഖില ഇതുവരെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റ് 12 ജില്ലകളിലും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ പെട്ടെന്നാണ് ഓറഞ്ച് അലർട്ട് മാറി 8 ജില്ലകൾ റെഡ് അലർട്ടായി മാറിയിരിക്കുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ വരികയാണെങ്കിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെയും റെഡ് അലർട്ട് ആയിരിക്കുന്നു. പത്തനംതിട്ടയിൽ റെഡ് അലർട്ടാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതി ഉണ്ടായ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച 3 ജില്ലയാണ് പത്തനംതിട്ട, അതോടൊപ്പം തന്നെ കോട്ടയം, ഇടുക്കി. ഈ 3 ജില്ലകളിലും റെഡ് അലർട്ടാണ്. പ്രത്യേകിച്ച് മാത്രമല്ല മലബാറിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തുന്നത് വയനാടാണ്. വയനാട്ടിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മഴക്കെടുതി ഉണ്ടായ സമയങ്ങളിലൊക്കെ തന്നെയും റെഡ് അലർട്ട് അധികം പകൽ സമയത്ത് പ്രഖ്യാപിച്ചിരുന്നില്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാത്രി മഴയൊക്കെ തീവ്രത വന്നതിന് ശേഷം മാത്രമാണ് അവർ ഓറഞ്ചിൽ നിന്ന് റെഡ് അലർട്ടിലേക്ക് മാറിയത്. പക്ഷേ അതിന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു അല്പം മുമ്പ് വന്ന ബുള്ളറ്റിനിലാണ് IMD ഇപ്പോൾ 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആക്ഷൻ എടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജാഗ്രതകൾക്ക് മാറി അതിനപ്പുറത്തേക്ക് നടപടിയിലേക്ക് കടക്കണമെന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ തന്നെയും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 4 ജില്ലകളിൽ മാത്രമായി ഓറഞ്ച് അലർട്ട് മാറിയിരിക്കുകയാണ്. അത് മലപ്പുറം, അതോടൊപ്പം തന്നെ പാലക്കാട്, അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട്. പിന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും പഴയതുപോലെ യെല്ലോ അലർട്ട് തന്നെയാണ്. പക്ഷേ 8 ജില്ലകളിൽ റെഡ് അലർട്ട് എന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ശരി, അൻഫിൽ സൂചിപ്പിച്ച പോലെ ആ റെഡ് അലർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃതർ നിർദ്ദേശിക്കുന്ന നടപടികൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചാൽ തീർച്ചയായും മാറി താമസിക്കണം. ഓരോ പ്രേക്ഷകരോടും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അതിൽ ഒരു ഉദാസീനതയും കാണിക്കരുത്. ജീവനാണ് വലുത്, അതിന്റെ നടപടികൾ ഉണ്ടാകണം. വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്നും മന്ത്രി. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതാണെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് പ്രസ്താവന നടത്തിയത്. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി അല്ലേ? ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. വിവാദ പ്രസ്താവനയിൽ മന്ത്രി CP ജോണിനെതിരെ മുൻമന്ത്രി KN ബാലഗോപാൽ വിളിച്ചു വരുത്തി ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണിതെന്നും മാടമ്പി സ്വഭാവമാണ് പുറത്തു വരുന്നതെന്നും ബാലഗോപാൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആരും അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ അതിനെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. യാതൊരു കാര്യമില്ലാതിനാണ് നിങ്ങളൊക്കെ ആശുപത്രിയിൽ ഈ സർക്കാർ ആശുപത്രി പോരുന്നത്. പിള്ളേരെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ആളുകൾ ഇനി ആശുപത്രി പോകണ്ട എന്ന സർക്കാർ ആശുപത്രി ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നതൊക്കെ ഇവരുടെ മനസ്സ് വ്യക്തമാക്കുന്നതാണ്. ഇതിനൊന്നും പണം ഒരു മേഖലയെ കൊടുക്കുന്നുമില്ല. ഉള്ളതൊക്കെ നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങേയറ്റം ധിക്കാരമാണ് ഇവരെയൊക്കെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത്. ഇത് ഒരിടത്തുനിന്നല്ല, മുഖ്യമന്ത്രിയുടെ തന്നെ സമീപനങ്ങളുടെ തുടർച്ച ഇതൊക്കെ. മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങൾ. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാവേരി വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിലാണ് നടപടി. മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ 6 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനു പിന്നാലെ അറസ്റ്റ് ചെയ്യാനായി നീലങ്കരയിലെ ഉദയനിധിയുടെ വീട്ടിൽ രാവിലെ പോലീസ് എത്തി. കാവേരി വിഷയത്തിൽ തഞ്ചാവൂരിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ നടത്തിയ പരാമർശത്തിലാണ് കേസ്. അറസ്റ്റ് തടയാൻ മദ്രാസ് ഹൈക്കോടതിയിൽ DMK അടിയന്തര ഹർജി ഫയൽ ചെയ്തു. തുടർന്ന് ബുധനാഴ്ച 12 മണിവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനിടെ ഔദ്യോഗിക വസതിയിലെത്തിയ ഉദയനിധിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച DMK പരിപാടിയിലാണ് വിജയെയും തൃഷയെയും ബന്ധപ്പെടുത്തി ഉദയനിധി അശ്ലീല പരാമർശം നടത്തിയത്. പ്രസംഗത്തിന് പിന്നാലെ TVK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉദയനിധിയെ വിമർശിച്ചു. അതേസമയം താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധി പ്രതികരിച്ചു. DMK പ്രവർത്തകർ പാർലമെന്റിലും പ്രതിഷേധം നടത്തി. നടുത്തളത്തിലിറങ്ങിയായിരുന്നു പ്രതിഷേധം. கேட்க மாட்டாங்க.
PSCക്ക് വിവരാവകാശ കമ്മീഷൻ വീണ്ടും നോട്ടീസ് നൽകി. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ ഉത്തരസൂചിക ഉദ്യോഗാർത്ഥികൾക്ക് നൽകാത്തതിലാണ് നടപടി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത PSC നടപടിക്കെതിരെ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിരുന്നു. ആസൂത്രണ ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഉത്തരസൂചിക നൽകണമെന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാനാകില്ലെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് PSC മറുപടി നൽകിയിരുന്നു. കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു PSCയുടെ നിലപാട്. ഉദ്യോഗാർത്ഥികൾ വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ഉത്തരവ് നടപ്പാക്കാത്ത PSCക്കെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ വീണ്ടും PSCക്ക് നോട്ടീസ് നൽകിയത്. ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷയിലാണ് ഗുരുതര ക്രമക്കേട് നടന്നുവെന്ന് ആരോപണമുള്ളത്. 100 മാർക്കുള്ള പരീക്ഷയിൽ 58 മാർക്കിനുള്ള 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് PSC റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. നിലവിൽ PSCയുടെ ആഭ്യന്തര വിജിലൻസും ക്രൈംബ്രാഞ്ചും കേസിൽ അന്വേഷണം നടത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി അയോധ്യ സംഭാവന ക്രമക്കേട് എന്നീ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ NDA പാർലമെന്ററി പാർട്ടി യോഗവും മല്ലികാർജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ മുന്നണി യോഗവും ചേർന്നു. निवेदन करना चाहता हूं कि आप प्रश्नकाल चलाना चाहते हैं, मैं सबको पर्याप्त समय पर्याप्त अवसर दूंगा. കാസർഗോഡ് റീസർവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കരാർ ജീവനക്കാരെ ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട് സർക്കാർ. 4 മാസത്തെ ശമ്പളം നൽകാതെ 200ഓളം കരാർ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. കുടിശ്ശിക നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ബന്ധപ്പെട്ടവരിൽ നിന്നും യാതൊരു മറുപടിയുമില്ല. ജീവനക്കാർ കൂട്ടമായി പരാതി നൽകാൻ ജില്ലാ കളക്ടർക്ക് മുന്നിലെത്തി. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖാന്തരം ടെസ്റ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഒരു കിംബദന്തി വർക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുറംപാതിൽ നിയമനത്തിലൂടെ വന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെയാണ്, അതിലൊന്നും ഒരു സത്യമില്ല. എല്ലാവരും പറഞ്ഞാൽ നല്ല ടാലൻറ്റോടു കൂടി നല്ല റാങ്ക് ലിസ്റ്റ് പ്രകാരം വന്ന ആൾക്കാരാണ്. എല്ലാവരും ഓരോരോ കഴിവിൻ്റെ മാക്സിമം ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. രാപകലില്ലാതെ കുന്നും മലയും എല്ലാം കയറി ഈ വെയിലും മഞ്ഞൊക്കെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട്. എത്ര മാസത്തെ ഇത് ശമ്പളം കുടിശ്ശികയായിട്ടുണ്ട്? 4.5 മാസത്തെ ശമ്പളം കുടിശ്ശികയായിട്ടുണ്ട്. ഇത് മാർച്ച് പകുതി തൊട്ടിട്ട് ഇങ്ങോട്ടേക്കുള്ള എല്ലാം പെൻഡിങ് ആണ്. എത്രയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള തുക ഓരോ മാസവും വെച്ച്? നമ്മൾക്കിപ്പോൾ ഒരു ഓണറി മാതിരി 20,000 അടുത്ത് വരുന്നുണ്ട്. പക്ഷേ അതിലിപ്പോൾ പറഞ്ഞാൽ അതിപ്പോൾ അടുത്ത് കൂട്ടിയതാണ്. അതിനു മുമ്പേ 18,000 ചില്ലറ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ഇപ്പോൾ അധികാരികളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി? സർക്കാർ തലത്തിൽ നിന്ന് അവർ പറയുന്നത് വെച്ചാൽ ഫണ്ടിൻ്റെ ലഭ്യതയില്ല, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് കടത്തിലാണ്, പിന്നെ ഫണ്ട് റേസ് ചെയ്യാനുള്ള സോഴ്സ് കാണുന്നില്ല. ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയ്ക്കായി ടീം ഇന്ത്യ ഇന്ന് കൊളംബോയിലെത്തും. 2 ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്ക് മുമ്പായി 3 ദിവസത്തെ സന്നാഹ മത്സരവും നടക്കും. ഓഗസ്റ്റ് 15 മുതൽ 19 വരെ ഗോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ കൊളംബോയിലെ SSC ഗ്രൗണ്ടിലുമായാണ് ടെസ്റ്റ് പരമ്പര നടക്കുന്നത്. മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് വിശ്രമം അനുവദിച്ച പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ജമ്മു കശ്മീർ പേസർ ആഖിബ് നബിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ നിർണായകമായ ഈ പരമ്പരയിൽ മികച്ച ജയം സ്വന്തമാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയാം അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ.